എനിക്ക് ചെറുപ്പത്തിൽ ലഭിക്കാതെ പോയ സന്തോഷങ്ങളും ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെല്ലാം എൻ്റെ മക്കൾക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ഇപ്പോൾ കേട്ടോ. 2 മണിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി 2 മണിയായിട്ടുണ്ട്. എല്ലാവരും ഉറക്കമാണ്. ഭയങ്കര പരിപാടിയാണ്. പിന്നെ മോൻ്റെ ഇച്ചൂസിൻ്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ്സ്, പിന്നെ അതുപോലെ എന്തുവാ, ഞാനും ആകെ കോലം കെട്ടിരിക്കും കേട്ടോ. കൊച്ചുറങ്ങുമ്പോഴല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫാൻസി ഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ ഇത് ഫാൻസി ഡ്രസ്സിൻ്റെ കേട്ടോ. ടോട്ടോയ്സ് ആമയുടെ പുറന്തോട് കണ്ടാ പറയുമോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആക്ഷൻ സോങ് ഉണ്ട്. ആക്ഷൻ സോങ്ങിന് വേണ്ടി വരച്ച ഷർട്ടിൻ്റെ ഒരു മലയാളം ആക്ഷൻ സോങ്. ഇത് രാജാവിൻ്റെ ഉടുപ്പാണേ. അപ്പോൾ ഞാനിത് തയ്പ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്രിസ്മസ് ഫാദറിൻ്റെ ലുക്ക് തോന്നി. അപ്പോൾ ഇനി ഞാനിത് ആദ്യം മുതൽ പരിപാടി ചെയ്യുമോ. ഇതിനകത്ത് ഫാബ്രിക് പെയിൻ്റൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിസൈനൊക്കെ വെച്ച് ആകെ പരിപാടിയാണ് കേട്ടോ. കണ്ണിന് താഴെ കറുപ്പ് എന്താ എന്ന് ചോദിക്കുന്നവർക്കിപ്പോൾ മനസ്സിലായല്ലോ. ഈ കുഞ്ഞുണ്ടായതുകൊണ്ട് നമുക്ക് കൊച്ചിനെയൊക്കെ ഉറക്കിയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്താൽ ഇതിനൊക്കെ ഞാൻ ആമയുടെ തല കാണിച്ചു തരാമേ. കാണണ്ടോ, നമ്മളിതിനകത്തിനി ഈ ആമയുടെ തലയിനകത്തിനി പഞ്ഞി വെക്കണം കേട്ടോ. ഇങ്ങനെ നോക്കി ആമയുടെ തലയുടെ തൂമ്പ് എൻ്റെ കൈ ഞാൻ ഇങ്ങനെ ക്യാമറ കാണിക്കുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല. അതെ, കണ്ണ് ഇങ്ങനെ കാണിക്കാം. കാണുന്നുണ്ടോ? കണ്ടുകൊണ്ടിട്ടേ പാമ്പിനെ പോലൊക്കെ തോന്നുന്നില്ലേ. ഇതിന് തലയിൽ വെച്ച് കെട്ടണം. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഫാൻസി ഡ്രസ്സിൻ്റെ ഫോട്ടോസ് കൂടി അത് ഉൾപ്പെടുത്താം. ഞാൻ ഇനി രാജാവിൻ്റെ തൊപ്പി തയ്ച്ചത് കാണിക്കാം. രാജാവിൻ്റെ തൊപ്പി വെള്ള മുടിയായിരുന്നു, അത് ചോപ്പിച്ചു. ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. നമുക്കോ ഇതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം പിന്നെ പിറ്റേന്നാണ് ഷൂ എല്ലാം റെഡിയാക്കി. പിന്നെ അവന് നല്ലതുപോലെ പ്രാക്ടീസ് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി എന്ത് കാണിക്കുമെന്ന് അറിയത്തില്ല. എൻ്റെ നടുവ് മുതു ഓടിച്ചെന്ന് വേണം പറയാൻ കേട്ടോ, പ്രാക്ടീസ് കൊടുത്തിട്ട്. അങ്ങനെ ഞാൻ ഫോട്ടോസ് ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ ഒരുക്കിയത് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ഇടണേ. അങ്ങനെ എന്നാൽ ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ അവൻ സ്റ്റേജിൽ കയറി നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്തു. റിസൾട്ട് അറിഞ്ഞില്ല കേട്ടോ. റിസൾട്ട് അറിയുമ്പോൾ ഞാൻ ഇടാമേ. അങ്ങനെ അതിനുശേഷം ടോട്ടോസ് അടക്കം നല്ലോണം അഭിനയിച്ചു കേട്ടോ. പിന്നെ ഒരു പാട്ടാണ്. എത്ര ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണെന്നറിയാമോ ഇങ്ങനെ ഒന്ന് ഒരുക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.